നമുക്കൊരു പഞ്ചർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പഞ്ചർ ഒട്ടിക്കണം എങ്ങനെയാണെന്ന്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് ഒട്ടിക്കാവുന്ന പുതിയൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ഒരു സ്ക്രൂ ആണ്. അതെങ്ങനെയാണ് നമുക്ക് പഞ്ചർ ഒട്ടിക്കണമെന്നൊന്ന് കറക്റ്റായിട്ട് നോക്കാം. ആദ്യം നീ ഇതിങ്ങോട്ട് ഊറ്റിയെടുക്കണം കേട്ടോ. ഇതാണ് കയറിയേക്കണം. ഇത് എന്ത് പറയാനാ, പുതിയ ഒരു സാധനമാണ്. ഇതൊരു സ്ക്രൂ പോലത്തെ തന്നെ സൂത്രമാണ്. ഇതാണ് സ്ക്രൂ കേട്ടോ. ഇത് പല സൈസിലുള്ള ഉണ്ട്. ഇത് കുറച്ച് വണ്ണം കൂടിയ ഇതാണ് കയറിയേക്കണമുണ്ട്. ഞാൻ കുറച്ച് വണ്ണം കൂടിയ സാധനം തന്നെ എടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇത് ആ ഹോളിലേക്ക് നേരെ വെക്കുക, നേരെ അങ്ങോട്ട് സ്ക്രൂ ചെയ്ത് കയറ്റുക. അത്രേ ഉള്ളൂ. പെട്ടെന്ന് പരിപാടി കഴിയില്ല. ഈ സ്ക്രൂ അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് കയറി പൊക്കോളൂ കേട്ടോ. ഉള്ളിലോട്ട് അങ്ങ് കയറും ഇത്. ഓക്കെ, ടൈറ്റ് ചെയ്താൽ കൊടുത്താൽ പിന്നെ അത് പുറത്ത് കാണലേ ഭയങ്കര കുറച്ചേ കാണുള്ളൂ. ഇതിൻ്റെ അത് എയർ ഫുള്ള് പോയി. ഇതിൻ്റെ എയർ ഫുള്ള് പോയിട്ടില്ലായിരുന്നു വെച്ചെങ്കിൽ നമുക്ക് ഇത് അങ്ങനെ തന്നെ ഓടിച്ച് എയർ അടിക്കണം, എവിടെയെങ്കിലും പോയിട്ട് എയർ അടിച്ചാൽ മതിയായിരുന്നു. പക്ഷേ എയർ അടിക്കണത് മാത്രം കുറച്ച് ടാസ്ക്കാണ്, കുറച്ച് കഷ്ടപ്പാട് പണിയാണ്. കാരണം നമ്മുടെ അടുത്ത് ഇലക്ട്രിക്കലി വർക്ക് ചെയ്യണ കംപ്രസറോ പമ്പോ ഒന്നുമില്ല. സാധാ സൈക്കിളിന് എയർ അടിക്കുന്ന ഒരു പമ്പാണുള്ളത്. അതുകൊണ്ട് എയർ അടിക്കാം. ഇതിൻ്റെ ലിങ്ക് പ്രോഡക്റ്റായിട്ട് ടാഗ് ചെയ്തിട്ടേക്കാം. നമ്മളുടെ എല്ലാ വണ്ടികളിൽ സ്റ്റോക്ക് ചെയ്യേണ്ട ഒരു സാധനമാണിത്. ഒരു 300 രൂപ താഴെ മുടക്കിയിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 30 സ്ക്രൂവോളം കിട്ടും. അതായത് ഒരു 30 പഞ്ചർ വരെ നമുക്ക് ഒട്ടിക്കാൻ പറ്റും. കുറേ രീതിയിലുള്ള പഞ്ചർ ഒട്ടിക്കലും പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയത്. ഒട്ടും സമയം കൊടുക്കില്ല, വളരെ നിസ്സാരവുമാണ്, ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ.